അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളുടെ കല്യാണത്തിൻ്റെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മളെ ഫാമിലി മാത്രമല്ല, ഉപ്പാരെ ഫാമിലി എല്ലാവരും വരുന്നുണ്ട്. ഇന്ന് അരിക്കുത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൊരു ചെറിയൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉപ്പാരെ ഫാമിലി എല്ലാവരെയും വിളിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷന്. അപ്പം അങ്ങനെ നമ്മളിതാ പന്തലൊക്കെ അവിടെ കെട്ടി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രിത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയും സ്റ്റാർട്ടായി. മുകളിലാണെങ്കിൽ ഇവർക്ക് മെഹന്തി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നൈറ്റ് ആയപ്പം പിന്നെ ബിസി ആയിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സാരി ഉടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കായിരുന്നു. വൈകുന്നേരം സ്റ്റാർട്ടായതായിരുന്നു സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവർക്കും സാരിയെല്ലാം എടുത്ത് കഴിയുമ്പോഴേക്കും ഒരു വിധമായിട്ടുണ്ടായിരുന്നു. ഫുള്ള് ടയേർഡായി. അങ്ങനെ ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ് സാരി ഉടുത്ത് കഴിഞ്ഞത് കേട്ടോ. അങ്ങനെ സാരിയൊക്കെ ഉടുത്ത് കഴിഞ്ഞ് ഇവളെയും കൂട്ടിയിട്ട് നേരെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നേരെ നമ്മൾ വീട്ടിലോട്ടേക്ക് വരിക ചെയ്തത്. അങ്ങനെ വന്ന പാടന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാനും ജപ്പാർക്കും ജസുവൊക്കെ ആയിട്ട് നമ്മൾ മധുരം കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ ഓരോ ആളത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ ഡാൻസും അതുപോലെ തന്നെ പാട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മളുടെ ചെറിയൊരു ഡാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഡാൻസ് കളിച്ചതായിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നീട് ഞാനും ജബാർക്കും ഒന്ന് പുറത്ത് പോയെന്ന്, വേറൊന്നിനല്ല, ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഏകദേശം സമയം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് ലേറ്റായി കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. പിന്നെയാണ് റോഡ് പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ആകുമ്പോഴേക്കും ഓപ്പൺ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഫുള്ളും ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. ബാക്കത്തേക്ക് വളഞ്ഞിട്ടൊക്കെ വഴിയുണ്ട് ഇടവയിലോട്ട്. പക്ഷേ എല്ലാവർക്കും അത് വേഗം തിരിയണമെന്നില്ല. അതുകൊണ്ട് ഡയറക്റ്റുള്ള ഈ ഒരു വഴി മാത്രമേ പെട്ടെന്ന് എല്ലാവർക്കും വേഗം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേഗം ഓപ്പൺ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്ഥിരം വരുന്നത് MRIയിലേക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ തൊട്ടടുത്ത് ഇപ്പം വേഗം ചായയൊക്കെ കിട്ടുന്നത് ഈ ഒരു ഭാഗത്താണല്ലോ. നമുക്ക് നല്ലൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റുന്ന സ്പോട്ട് ഇതാണ്. അങ്ങനെ പിന്നെ അവിടെ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ബേക്കറിലോട്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷമായിരുന്നു നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ജസു ഐഫോൺ ഉണ്ടുമാന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പിന്നെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുക്കാനും വാങ്ങിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എല്ലാവരും വീട്ടിലോട്ടൊക്കെ വിട്ടു കേട്ടോ. നമ്മളെ വീടൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള കുറച്ച് വീഡിയോസുകളും റീൽസൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ കുറേ ഷോട്ട് എടുത്തിരുന്നു. പിന്നെ ലാസ്റ്റ് നമുക്ക് തന്നെ എന്താ പറയുക, മടുപ്പ് വരുന്ന രീതിയിലായിപ്പോയി. ഒരാൾ ശരിയാക്കുമ്പോൾ ഒരാൾ തെറ്റിക്കും. അങ്ങനെ പിന്നെ കുറേ ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ.